മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡ് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു വാർഡാണ്. ഈ വാർഡിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സമീറ കാഞ്ഞങ്ങാട്ടയിലാണ് നമ്മോടൊപ്പം ഉള്ളത്. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ, അതിന്റെ വിശേഷങ്ങളാണ് നമ്മളുമായി പങ്കുവെക്കുന്നത്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ? എങ്ങനെ പോകും? ഉഷാറായി പോകുന്നുണ്ട്, കുഴപ്പമില്ല, സൂപ്പറാണ്, നല്ല ആക്റ്റീവാണ്. എല്ലാവരും കൂടെ ഉള്ളവരെല്ലാവരും നല്ല ആക്റ്റീവാണ്. ലേഡീസ് ആണെങ്കിലും വനിതകളാണെങ്കിലും ടീമിലാണെങ്കിലും ജെൻസ് ടീമുകളാണെങ്കിലും നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. എത്ര ഘട്ടങ്ങളിൽ വീടുകളൊക്കെ കയറി, എത്ര ഘട്ടങ്ങൾ പൂർത്തിയായി? ഇനിയിപ്പോ ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ നിലയ്ക്ക് എൻ്റെ ഇതിൽ 4 വട്ടം റൗണ്ട് അടിച്ച് വന്ന്, പിന്നെ ഇന്നിപ്പോ അഭ്യർത്ഥന കൊടുത്ത് റൗണ്ട് അടിച്ചത്. ഈ കുടുംബയോഗങ്ങൾ അങ്ങനെ അതൊക്കെ നടന്നിരുന്നു? 5 കുടുംബയോഗം മുന്നേ കഴിഞ്ഞ് 5 ഗ്രൂപ്പുണ്ട്. 5 ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ 5 കുടുംബയോഗം 5 ടീമായി വെച്ച് നടത്തി. ഇപ്പൊ ഇന്ന് ലാസ്റ്റ് കുടുംബയോഗം ഇവിടെ 2:30 മണിക്ക് തൊട്ടടുത്ത വീട്ടിൽ വെച്ച് അബ്ദുൽ ഹാജിലെ വീട്ടിൽ വെച്ച് കഴിച്ച്. ഈ ആദ്യമായിട്ടാണോ ഇങ്ങനെ മത്സരരംഗത്തേക്ക് വരുന്നത്? അത് എങ്ങനെയാണ് ആ ഒരു അനുഭവം? തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം എങ്ങനെയാണ്? ആദ്യമൊക്കെ നല്ല ഉള്ളൊരു ഭയം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, ഇപ്പൊ കോൺഫിഡന്റ് വന്നുപോയി. ജനങ്ങളെ ഇടപഴകി ജയിക്കാനും എല്ലാ വാർഡിലും എല്ലാ വീടുകളിലും എത്തി എല്ലാവരെയും കണ്ട് നല്ലൊരു ആനുകൂല്യമുള്ള മറുപടിയൊക്കെ ആയിട്ട് കിട്ടിയിട്ട് കുഴപ്പമില്ലാത്ത നിലക്ക് പോകുന്നുണ്ട്. ഈ വാർഡ് വിഭജനമൊക്കെ ആയതിനു ശേഷം ഇപ്പോൾ 18-ാം വാർഡിന്റെ ഘടനയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു ശക്തമായ രീതിയിലുള്ള ത്രികോണ മത്സരമാണ്. അപ്പൊ ഈ വാർഡ് UDFന്റെ കയ്യിൽ ഭദ്രമായി നിൽക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ആ ദൗത്യമാണ് താങ്കളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? എന്ത് വന്നാലും അത് നേടിയെടുത്ത് മതിയാവും എന്നുള്ള ആ ഒരു ഉത്കണ്ഠയോടെ നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. എല്ലാ ഭാഗത്തു നിന്നുണ്ട്, വനിതകളുടെ ഭാഗത്തു നിന്നുണ്ട്, എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ട്, ചെറിയ മക്കളായാലും വലിയവരായാലും ഒക്കെ എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ല ഉഷാറായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. അതെന്തായാലും നേടിയെടുക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. 99% എന്തായാലും വിജയിച്ച് നല്ല ഭൂരിപക്ഷത്തോടു കൂടെ വിജയിക്കുന്നവര് ആ ഒരു ദൃഢനിശ്ചയം മനസ്സിൽ വന്നിട്ടുണ്ട്. എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടിംഗ് ആണ്, കുഴപ്പമില്ലാത്ത രീതിയിൽ. ഈ 18-ാം വാർഡിന്റെ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ വാർഡിൽ എന്തൊക്കെ വികസന പദ്ധതികൾ നടപ്പാക്കാനാണ് താങ്കളുടെ ഒരു ഐഡിയ, ഒരു വിഷൻ എങ്ങനെയാണ്? വിദ്യാഭ്യാസ രംഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ LP സ്കൂളുണ്ട് തൊട്ടടുത്ത്. ആ LP സ്കൂള് എയ്ഡഡ് സ്കൂളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെയാലും സർക്കാരിൽ നിന്ന് എല്ലാ ആനുകൂല്യവും വാങ്ങിയിട്ട് നല്ല കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കഴിയുന്ന എല്ലാ കാര്യങ്ങളും ശ്രമം നടത്തി കൊണ്ടുവന്നു നോക്കും. വ്യക്തിഗത ആനുകൂല്യങ്ങൾ അർഹരായ കൈകളിലേക്ക് എത്തിക്കും. അത് ഭവനമില്ലാത്തവർക്ക് ഭവനമായിട്ടാണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ പെൻഷൻ, അങ്ങനത്തെ കാർഷിക രംഗത്താണെങ്കിലും ക്ഷീര കർഷകർക്കുള്ള ആനുകൂല്യങ്ങളായിട്ടും എന്തൊക്കെ സർക്കാരിന് നേടിയെടുക്കാൻ പറ്റും അതെല്ലാവരും അർഹരായ കൈകളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമം നടത്തും. വേനൽക്കാലമായി കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിൽ വോൾട്ടേജ് നല്ല കുറവുണ്ട്. അവിടെ പുതിയ ട്രാൻസ്ഫോമർ നിർമ്മിച്ച് കൊണ്ടുവന്നിട്ട് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തും. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അവിടെ സർക്കാരിൽ നിന്ന് എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. അതിന് മുന്നോടിയായിട്ട് സോളാർ ലൈറ്റ് കൊണ്ടുവന്നിട്ട് വെളിച്ചം കൊടുക്കാനുള്ള എല്ലാ പദ്ധതിയും കൊണ്ടെടുക്കാനുള്ള ശ്രമം നടത്തും. 16-ാം വാർഡിൽ കഴിഞ്ഞ 16-ാം വാർഡിൽ ഒരു അംഗനവാടി ഉണ്ട്, മുന്നത്തെ 17-ാം വാർഡിൽ ഒരു അംഗനവാടി. ഇപ്പൊ രണ്ടും കൂടെ ചേർന്നപ്പോ 16-ാം വാർഡിൽ നിന്നും 17-ാം വാർഡിൽ നിന്നും കൂടി ചേർന്നപ്പോ 18-ാം വാർഡായത്. അതിലിപ്പോ 2 അംഗൻവാടി മാറിയാണ്. അപ്പൊ അതിലൊരു അംഗൻവാടി സ്മാർട്ട് അംഗൻവാടി ആയിരുന്നു. 16-ാം വാർഡിലുള്ള അംഗൻവാടി മുന്നത്തെ മെമ്പർ ആ ഒരു ഇതില് സ്മാർട്ട് അംഗൻവാടി മാറി. ഇനി 17-ാം വാർഡിൽ ഇപ്പോഴത്തെ 18-ാം വാർഡിൽ ഒരു അംഗൻവാടി കൊണ്ട് കോളനിയിൽ ഒരു അംഗൻവാടി ഉണ്ട്. അത് സ്മാർട്ട് അംഗൻവാടി ആക്കാനുള്ള എല്ലാ ശ്രമം കൊണ്ടെടുക്കും. പിന്നെ ആരോഗ്യരംഗത്ത് നോക്കുകയാണെങ്കിൽ പഴയ 16-ാം വാർഡിൽ ഇപ്പോഴത്തെ 18-ാം വാർഡിൽ ഹെൽത്ത് സെന്റർ ഉണ്ട്. അത് സബ് സെന്റർ ആയിട്ടാണ് പ്രവർത്തനം. തകരാറായ ബിൽഡിങ്ങിലാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ മുന്നത്തെ ഇപ്പൊ 16-ാം വാർഡിൽ ഉണ്ടായിരുന്ന മെമ്പർ ഇപ്പൊ 18-ാം വാർഡിലുള്ള നിലവിലുള്ള മെമ്പർ നല്ല ഉത്തമനായ ഒരു മെമ്പറാണ്. അത് ആ മെമ്പർ കഠിനമായ പ്രയത്നം കൊണ്ട് നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ 55 ലക്ഷം രൂപ ഫണ്ട് പാസ്സായിട്ടുണ്ട്. അതില് ഡോക്ടർ സേവനം കൊണ്ടുവരാനും പിന്നെ അത് ഹെൽത്ത് സബ് സെന്റർ മാറിയിട്ട് ഹെൽത്ത് സെന്റർ ആയിട്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. അത് 3/4 ഭാഗം ആയിരിക്കണം, ഫണ്ട് പാസ്സായി കിടക്കണം. ഞാൻ അതിന് ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വാർഡിൽ എല്ലാ വോട്ടർമാരും വോട്ട് ക്ഷണിക്കാറുള്ളത് UDFന്റെ ഞങ്ങൾ മാത്രമാണ്. UDFന്റെ ഈ ഒരു ആൾക്കാർ മാത്രമാണ് 3 വോട്ടുള്ള കാര്യം പറയണുള്ളൂ. മറ്റേ പാർട്ടിക്കാര് 1 വോട്ടേ പറയണുള്ളൂ.
ഫസ്റ്റത്തെ തൊട്ട് ഞങ്ങൾക്ക് അത് കണ്ണടക്ക് തന്ന് ബാക്കി നിങ്ങൾ കോണിക്ക് കൊടുത്തു എന്നാ പറയണത്. അപ്പൊ മറ്റുള്ളവരെ ചിന്താഗതിയില് കോണി ഇനി വരുന്നുണ്ടല്ലോ, അപ്പൊ അടുത്തത് കോണിക്ക് കൊടുക്കാം, എന്നാ ഫസ്റ്റത്തെ കണ്ണടക്ക് എടുക്കട്ടെ, അങ്ങനത്തെ ഒരു. പക്ഷെ ഞങ്ങൾ UDFന്റെ പ്രവർത്തകർ പറയുന്നത് 3 വോട്ടുണ്ട്, അന്ന് ഒന്ന് ബ്ലോക്ക് പഞ്ചായത്ത്, ഒന്ന് ഗ്രാമപഞ്ചായത്ത്. ഫസ്റ്റത്തെ ഗ്രാമപഞ്ചായത്താണ്, അത് കോണിക്ക് കൊടുക്കുക. രണ്ടാമത്തെ ബ്ലോക്ക് പഞ്ചായത്താണ്, അത് UDFന് കോണിക്ക് കൊടുക്കുക. മൂന്നാമത്തെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ളതാണ്, അത് കൈപ്പത്തി കൊടുക്കുക. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത് എല്ലാവരും. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ഒരു വോട്ട്, ഫസ്റ്റത്തെ വോട്ട് മതി ഞങ്ങൾക്ക്, ബാക്കി നിങ്ങൾ ആർക്ക് കൊടുത്തോ, അല്ലെങ്കിൽ ബാക്കി നിങ്ങൾ കോണിക്ക് കൊടുത്തോ, കോണി ഇനിയുണ്ടല്ലോ അതിന് കൊടുത്തോ, അങ്ങനെയുള്ള ഒരു അഭ്യർത്ഥന. പക്ഷെ അതിനോട് ഞങ്ങൾ എതിർപ്പാണ്. എന്തായാലും ഞങ്ങൾ പറയുന്നത് ഈ UDFന്റെ പ്രവർത്തനം നടക്കുന്നത് എന്ത് പറഞ്ഞിട്ടാ, 3 വോട്ടുണ്ട് നമുക്ക്, ഒന്ന് പഞ്ചായത്തിലേക്ക്, ഒന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, പിന്നെ ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക്. അപ്പൊ അത് ഫസ്റ്റത്തത് നിങ്ങൾ പഞ്ചായത്തിലേക്ക് തന്നെ കൊടുക്കണം, അത് കോണിക്ക് കൊടുക്കാനും. രണ്ടാമത്തെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കോണിക്ക് കൊടുക്കാനും. മൂന്നാമത്തേത് ജില്ലാ പഞ്ചായത്തിലേക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് രേഖപ്പെടുത്താതെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. പക്ഷെ മറ്റു ഭാഗത്തേക്ക് നടക്കുന്നത് ഫസ്റ്റത്തെ ഞങ്ങൾക്ക് തരണം, അത് കണ്ണടക്ക് തന്നു, ബാക്കി കോണിക്ക് കൊടുത്താൽ മതി തന്നെ. അപ്പൊ അത് ഏതായാലും നല്ലതല്ലല്ലോ. അപ്പൊ അതിന്റെ പേരിൽ പറയാനുള്ളത്, എല്ലാ വോട്ടർമാരും കോണി അടയാളത്തിനും കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിച്ച് വിജയം കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തില് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന 18ാം വാർഡിലെ SDP സ്ഥാനാർത്ഥി ആസിയ വടശ്ശേരിയാണ് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകും? അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ മാറഞ്ചേരി പഞ്ചായത്തിലെ 18ാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത്. 18ാം വാർഡ് എന്ന് പറഞ്ഞാൽ 18ാം വാർഡിന്റെ പിന്നെ ഘടന എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതായത് തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളെ പരിചയസമ്പന്നമായ വാർഡാണ്. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ജനങ്ങളുടെ ഇടയിൽ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ നല്ല രീതിയിലാണ് അവർ സ്നേഹിക്കുന്നത്. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ 17ാം വാർഡിന്റെ മെമ്പറിന്റെ വികസനമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഏതൊരു വാർഡിൽ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? വികസനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വികസനം വേണം. അതുപോലെ തന്നെ വാർഡിലെ ഓരോ കാര്യങ്ങൾ അവർ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വേണം, ഇങ്ങനെ വേണം, നീ വന്നാൽ ഇതൊക്കെ ചെയ്യൂലേ? ഓക്കെ, ഞാൻ ചെയ്യാം, അതിനൊക്കെ ഞാൻ തയ്യാറാണ്. ഇപ്പൊ ഇവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഇപ്പോൾ LDF ഉണ്ട്, UDF ഉണ്ട്. അതിന് പുറത്ത് നിങ്ങൾ SDP സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പ്രചരണ രംഗവും വളരെ ശക്തമാക്കും. എത്രമാത്രം പ്രതീക്ഷയാണ് നിങ്ങൾക്ക് ഈ ഒരു മത്സരത്തിൽ? നല്ല രീതിയിലുള്ള പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ വമ്പ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കുന്നതാണ് ഞങ്ങൾക്ക് ഉറപ്പുള്ളത്. അത് ഓരോ ദിവസം കൂടും തോറും ഞങ്ങളുടെ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര രീതിയിൽ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വിജയിക്കും, തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കും. ഈ പ്രചരണഘട്ടം ഇപ്പൊ എത്ര ഘട്ടങ്ങളാണ് പൂർത്തിയായി? ഇനി എന്തെങ്കിലും ഇപ്പൊ ഇനി ആകെ ദിവസങ്ങൾ 2 ദിവസം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ? പ്രചരണഘട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 റൗണ്ട് കഴിഞ്ഞു. ഇപ്പൊ 5ാം റൗണ്ടിലാണ് ഞങ്ങൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഞങ്ങൾ റാലി നടക്കണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. നാളെ അറിയണം. പിന്നെ വാർഡുകൾ തോറും എല്ലാവരും ഒന്നും കൂടി കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് നീ സത്യം പറയച്ചാൽ ഇനി ഒരാളും ഇവിടെ കാണാൻ ബാക്കിയില്ല. എല്ലാവരും ഞാൻ ഇന്നത്തോടെ എല്ലാവരും കണ്ട് 2-3 ആളെ കാണാൻ ബാക്കി, അതും ഇന്ന് ഞാൻ തീർത്തു. നല്ല സന്തോഷമുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വിജയിക്കും. അങ്ങനെ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസന പദ്ധതികളാണ് ഈ വാർഡിനകത്ത് നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് തന്നെ എന്താണ്, ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്യാന്ന് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ച് എന്റെ സഹോദരനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. അവന്റെ അതേ രീതിയിൽ തന്നെ ഞാൻ തുടരുക ചെയ്യും. അതായത് വിവേചനമില്ലാത്തൊരു വികസനം ഞങ്ങളിവിടെ കൊണ്ടുവരും. കാലങ്ങളോളായിട്ട് നമ്മളിവിടെ ഒരു തോടുണ്ട്. അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന LP സ്കൂളാണ് ഇവിടെ. അന്നുള്ള സംഭവമാണത്. അത് ഇന്നും അതേ രീതിയിലാണ് കിടക്കുന്നത്. അതായത് ചൂലേല റോഡും മാനേരി സ്കൂൾ റോഡും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു തോട് ഇവിടെ ഉണ്ട്. അവിടെ എന്തെങ്കിലും ഞാൻ ചെയ്തിരിക്കും. അന്ന് ഞാൻ ഇവിടെ ഇറങ്ങിയ മുതൽക്ക് എനിക്ക് എന്റെ മനസ്സിലൊരു ആഗ്രഹമാണ്, അത് ഞാൻ ചെയ്തു കൊടുക്കും തീർച്ചയായിട്ടും. പിന്നെ കുടിവെള്ളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 17ാം വാർഡിന് അറിയാലോ. 17ാം വാർഡും 16ാം വാർഡും കൂടി ചേർന്നതല്ലോ ഇവിടെ 18ാം വാർഡ്. 17ാം വാർഡ് നോക്കിയിട്ട് കുറേ രീതിയിൽ നമ്മൾ വികസനം നടത്തിയ ഒരു ഏരിയയാണ്. അവിടെ കുടിവെള്ളം കുഴപ്പമില്ല. പക്ഷെ ഇവിടേക്ക് തിരിഞ്ഞാൽ നമ്മളെ 16ലേക്ക് തിരിഞ്ഞ ഇനിയും ഉണ്ട് പല ഭാഗങ്ങളും വെള്ളം കിട്ടാത്ത ഏരിയകൾ. ഒരു സ്ത്രീ നമ്മളോട് പറഞ്ഞ് കുപ്പിയിലാണ് ഞങ്ങൾ കുടിവെള്ളം ഇവിടെ കൊണ്ടുവരുന്നത്. കേട്ടപ്പോൾ നമുക്കല്ല വിഷമമായി. അപ്പൊ ഇൻഷാ അല്ലാഹ് അവർക്കും നമ്മൾ നല്ല രീതിയിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നതാണ് ഞാൻ ഉറപ്പ് തരികയാണ്.
അതേപോലെ തന്നെ നിഷാദ് മെമ്പർ പല വികസനങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ വിജയിക്കും എന്നുള്ള കണ്ടപ്പോൾ അവർ വീടുകൾ തോറും കുടുംബസംഗമങ്ങൾ നടത്തിയിട്ട് അവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊരിക്കലും ജനങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പാണ്. എന്താണ്, നിഷാദ് മെമ്പർ എന്ന് പറഞ്ഞ വ്യക്തി ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. അത് അവർ എന്തെന്നെ കുതന്ത്രങ്ങൾ ഒപ്പിച്ചാലും ജനങ്ങൾ അത് ഏറ്റെടുക്കില്ല എന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ആവർത്തിപ്പിച്ച് പറയാണ്, ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. പിന്നെ എന്റെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്നെ സഹായിക്കുകയും എനിക്ക് എന്റെ ചിഹ്നമായ കന്നഡ അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന 18ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത്, ഫാത്തിമ കബീർ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനം? ഇപ്പൊ അവസാന ദിവസങ്ങളിൽ ആയിരിക്കുകയാണല്ലോ, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ? പ്രചരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വിജയിക്കും തന്നെയാണ് പ്രതീക്ഷയുള്ളത്. ഈ പൊതുരംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്, പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥിയായി വരുന്നത് ആദ്യമായിട്ടാണല്ലോ, എങ്ങനെയാണ് അതിന്റെ ഒരു അനുഭവം? സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നല്ല ജനങ്ങളുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഇതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വാർഡൊരു ത്രികോണ മത്സരമാണ്. അപ്പോൾ UDF ആയാലും SDPI ഒക്കെ ആയാലും വളരെ ശക്തമായ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി അവർ മുന്നേറുകയാണ്. എത്രമാത്രം LDFന് ഈ വാർഡിനകത്ത് പ്രതീക്ഷയുണ്ട്? ത്രികോണ മത്സരമാണ് എങ്കിൽ കൂടി ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുന്നത് തന്നെയാണ് പ്രതീക്ഷ. ഇപ്പോൾ വാർഡ് വിഭജനം കഴിഞ്ഞതിൽ വാർഡ് 16ന്റെയും 17ന്റെയും ഭാഗങ്ങൾ ചേർന്നാണ് വാർഡ് 18. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ ഉണ്ട്, ഭൂരിപക്ഷം കിട്ടുന്നത് തന്നെയാണ് പ്രതീക്ഷ. വിജയിക്കും. ഈ വാർഡിൽ നിന്നൊരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്താണ് ഈ വാർഡിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ, പ്രവർത്തനങ്ങൾ? ഇപ്പോൾ നാടിനും ജനങ്ങൾക്കും കിട്ടുന്ന അവകാശങ്ങൾ നേടിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.